ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സിസി ക്രാഫ്റ്റ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു 3D ഫ്രെയിം സെറ്റാക്കുന്ന വീഡിയോ ആയിട്ടാണ്. സെറ്റാക്കുന്നത് മാത്രമല്ല, അതിൻ്റെ എഡിറ്റിംഗ് ടു ലാസ്റ്റ് അത് സെറ്റാക്കി കഴിയുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന് വെച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് പിന്നെയും കുറേ ഡൗട്ട്സ് ബാക്കി വരുന്നുണ്ട്. ഇൻസ്റ്റയിലാണെങ്കിലും കമൻറ്റിലാണെങ്കിലും ചോദിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം കാര്യങ്ങളും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫോട്ടോ സെറ്റ് ആക്കാൻ യൂസ് ചെയ്യുന്നത് പ്രിൻറ്റ് ടു സൈസ് എന്നുള്ള ഒരു ആപ്പാണ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 3D ഫ്രെയിം ചെയ്യുമ്പോൾ നമ്മൾ ഏത് സൈസിലാണോ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു A4 ഫ്രെയിം സെറ്റാക്കിയിട്ടാണ് കേട്ടോ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പ്രിൻറ്റ് ടു സൈസിൽ A4 ഷീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ട ഫോട്ടോസൊക്കെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ 3D ഫ്രെയിമിൽ മെയിനായിട്ട് അട്രാക്റ്റീവ് തോന്നാൻ വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. പക്ഷെ ഞാൻ 3D ഫ്രെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യും. പിന്നെ അതിലേക്കാണ് കേട്ടോ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഫ്രെയിമിലേക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്യൽ ഡബിൾ സൈഡ് മാറ്റ് ഷീറ്റിലാണ്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒരു കേടുപാടും കൂടാതെ അടിപൊളിയായിട്ട് നിന്നോളും. നമ്മളുടെ നോർമൽ ഷീറ്റാണെങ്കിൽ പിന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആവുന്ന കേസൊക്കെ വരും. പിന്നെ നമ്മുടെ പ്രിൻ്റ് ഷോപ്പിൽ നിന്ന് നമ്മളെടുക്കുന്ന പ്രിൻറ്റും അത്യാവശ്യം ലോങ് ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ പ്രിൻ്ററിൽ നമ്മൾ തന്നെ എടുക്കുന്ന ഒരു ഗ്ലോസി ഷീറ്റ് ഉണ്ട്. അത് വെച്ച് ഫ്രെയിം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ വെച്ചെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ അതൊന്ന് സ്പ്രെഡായിട്ട് അതിൻ്റെ കളറൊക്കെ അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഗ്ലാസ്സിലേക്ക് അത് ഒട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു വൈറ്റ് ബോർഡർ വരുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു പേപ്പർ കട്ടർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 720 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊരു പേപ്പർ കട്ടർ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ധൈര്യമായിട്ട് വാങ്ങാം. നല്ല അടിപൊളി പേപ്പർ കട്ടറാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ചെറിയ റേറ്റിൽ വരുന്ന അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു റേറ്റിൻ്റെ ഇത് തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ഫ്രെയിമിലേക്ക് വേണ്ടതാണ് ഒന്ന് നമ്മുടെ ഫെവിക്കോൾ. പിന്നെ ഇതൊരു ഫോം സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡബിൾ സ്റ്റിക്കിൻ്റെ അത്ര ഹൈറ്റ് വരില്ല. മീൻസ് നമ്മൾ സ്റ്റിക്കറൊക്കെ അത്ര ഹൈറ്റ് വരില്ല. പക്ഷെ നമ്മുടെ ഗ്ലൂവിനോട് ഒട്ടിക്കുന്നതിനും കാട്ടി കുറച്ചുകൂടി ഒരു ഹൈറ്റിൽ നിൽക്കും. അപ്പം ഞാൻ എന്തായാലും 3D ഫ്രെയിമിലേക്ക് ഡബിൾ സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഹൈറ്റിൽ നിൽക്കുന്നത് കാണുമ്പോഴാണ് നമ്മുടെ ആ ഒരു 3D എഫക്റ്റ് വരുന്നത് പോലെ തോന്നുള്ളൂ. ഫോം സ്റ്റിക്കിൽ എനിക്ക് അത്ര ഒരു അതുപോലെ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ വാങ്ങുന്ന ഫ്രെയിം കറക്റ്റ് A4 അല്ല, ചെറിയൊരു സൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പം എനിക്ക് ചെയ്തിട്ട് അറിയാം ഇത്രത്തോളം കട്ട് ചെയ്യണം എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല നമുക്ക് ഫ്രെയിം ആണെങ്കിലും ഒരുപാട് റേറ്റിലും ഒരുപാട് ക്വാളിറ്റിയിലും വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും കുറച്ച് ക്വാളിറ്റി കൂടിയ ഫ്രെയിം തന്നെയാണ് യൂസ് ആക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ട ഫോട്ടോസ് ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യുകയാണ്. അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ കൊടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ബ്ലാങ്കായി കിടക്കാതെ കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു അട്രാക്ഷനും ഒരു എഫക്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൂടി ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം മൊത്തം ഒട്ടിച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫ്രെയിമിൻ്റെ ഭാഗത്ത് തന്നെ ഒട്ടിച്ചെടുക്കാം. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ആക്കുന്ന ഫ്രെയിം വരുന്നത്. ഞാനൊരു നിയറസ്റ്റ് ഷോപ്പിൽ അങ്ങനെ എടുക്കുന്നതാണ്. അവരെന്നെ മേക്ക് ചെയ്തിട്ട് അങ്ങനെ തരുന്നുള്ളതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന്
അതിൻ്റെ സൈഡ്സൊക്കെ കുറച്ചൊന്ന് ഹൈറ്റിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല അട്രാക്റ്റീവാണ്. നമുക്ക് ചെറിയ റേറ്റിലൊക്കെ കിട്ടുന്ന ഫ്രെയിം അത്ര ഒരു ഹൈറ്റിൽ അതിൻ്റെ സൈഡ് ഭാഗം ഒന്നും തന്നെ വരുന്നില്ല. അപ്പം കുറച്ച് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫ്രെയിമൊക്കെ യൂസ് ആക്കിയിട്ട് 3D ഫ്രെയിം ചെയ്തെങ്കിൽ നല്ല പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ പ്ലാസ്റ്റിക് കവറിലൊക്കെ വരുന്ന ഒരു ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ അത്രമാത്രം പൊടിയും കാര്യങ്ങളൊന്നും എന്തായാലും ഈ ഒരു ഫ്രെയിമിൽ ഉണ്ടാവുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ വാങ്ങുന്ന ഫ്രെയിമിലൊക്കെ ഒരുപാട് ഇങ്ങനെ പൊടിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഫ്രെയിം നമുക്ക് ക്ലീനിങ്ങും ഒരുപാട് ടൈം അതിനൊന്നും ചിലവഴിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ ഇനി നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഞാൻ ആ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ.